Good morning, students. Welcome to EduLine. So, നമ്മൾ ട്യൂറിംഗ് മെഷീൻ്റെ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ വിച്ച് റെക്കഗ്നൈസസ് ദ ലാംഗ്വേജ് L is equal to 0 raised to n 1 raised to n. സോ ഈ ഒരു ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലാംഗ്വേജ് നോക്കി നമുക്ക് മനസ്സിലാവും 0 raised to n 1 raised to n എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് n ടൈംസ് സീറോസ് ഫോളോഡ് ബൈ n ടൈംസ് വൺസ് അല്ലേ. അപ്പം 0 5 തവണ വരുവാണെങ്കിൽ നെക്സ്റ്റ് 1ഉം 5 പ്രാവശ്യം വരണം. ഓക്കെ, അതാണ് ഈ ഉദ്ദേശിക്കുന്നത് 0 raised to n 1 raised to n എന്നുള്ള ലാംഗ്വേജ്. ഓക്കെ, സോ ഈ താഴെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ടേപ്പാണ്. ട്യൂറിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ടേപ്പിന്റെ ഹെഡാണ്. ദെൻ ടേപ്പിൽ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? 0 0 0 0 1 1 1 1. അതായത് ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 4 ടൈം വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ 1ഉം 4 ടൈംസ് വന്നിട്ടുണ്ട്, 4 ടൈംസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്. ഓക്കെ, അതായത് 0 raised to 4 1 raised to 4 എന്നുള്ള ഇതിലാണ് ഞാൻ ഈ സ്ട്രിങ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? ഇതൊക്കെ ബ്ലാങ്ക് സിമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലോജിക്കാണ് ഈ അൽഗോരിതമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഇതിന്റെ വർക്കിംഗ് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിന്റെ ലോജിക്കാണ് ഞാൻ ഇവിടെ അൽഗോരിതമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് 0 to x അല്ലെ. അപ്പം ആദ്യം എന്താ ചെയ്യുന്നത് നോക്കുക. നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് 0-യിലാണ് ഇപ്പോൾ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. ഹെഡ് എന്ന് പറയുന്നത് ഈ 0-യിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ പറയുക? ചേഞ്ച് 0 to x. അതായത് ഈ ഒരു 0യെ നമ്മൾ എക്സ് ആക്കി ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഈ 0യെ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. 0യെ ഞാൻ ഇവിടുന്ന് റീഡ് ചെയ്തു. പകരം ഞാൻ എന്ത് ചെയ്തു? എക്സ് ഞാൻ അവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? മൂവ് റൈറ്റ് ടു ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഹെഡിനെ മൂവ് ചെയ്യിക്കുക അല്ലെ, റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുക ടു ഫസ്റ്റ് വൺ. അതായത് ആദ്യത്തെ 1 കാണുന്നിടം വരെ ഹെഡിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ തന്നിട്ടുണ്ട് ഇഫ് നൺ റിജക്റ്റ്. അപ്പം 1 കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? റിജക്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാനാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്: മൂവ് റൈറ്റ് ടു ഫസ്റ്റ് വൺ. ആദ്യത്തെ 1 കാണുന്നിടം വരെ ഹെഡിനെ നമ്മൾ മൂവ് ചെയ്യിക്കുക. സോ ഹെഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇവിടെ വന്നു, നെക്സ്റ്റ് ഇവിടെ വന്നു, നെക്സ്റ്റ് ഇവിടെ വന്നു, ദെൻ ഇവിടെ വന്നു അല്ലെ. അപ്പൊ ഈ ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് ഹെഡ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഇവിടുന്ന് ഹെഡ് പോയി, ഹെഡ് മൂവ് ചെയ്ത് ഹെഡ് ഇപ്പോൾ ഫസ്റ്റ് 1 കാണുന്നിടം വരെ പോയിന്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ ഹെഡ് ഇവിടാണ് പോയിന്റ് ചെയ്ത്. എന്നിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്? ചേഞ്ച് 1 to y. ഈ 1നെ y ആക്കി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. സോ എന്ത് ചെയ്യുക? ഈ 1നെ ഞാൻ റീഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? y വെച്ച് അവിടെ റൈറ്റ് ചെയ്തു. ആ ഒരു സെല്ലിലേക്ക് y ഞാൻ റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മൂവ് ലെഫ്റ്റ് ടു ലെഫ്റ്റ് മോസ്റ്റ് 0. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ ഹെഡിനെ ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനാ പറയാ. സോ ഹെഡ് ഇവിടുന്ന് പോയി, ഹെഡ് മൂവ് ചെയ്ത് ഇവിടെ മൂവ് ചെയ്ത് ലെഫ്റ്റ് മോസ്റ്റ് 0യിലേക്ക് വരാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് 0 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. കാരണം ഇപ്പുറത്തെ 0യിൽ ഞാനത് എക്സ് വെച്ച് റൈറ്റ് ചെയ്തു. സോ 0 അവിടുന്ന് പോയി. സോ ഇത് എക്സ് ആണ് ഇപ്പോ. ഓക്കെ, ഇനി ലെഫ്റ്റ് മോസ്റ്റ് 0 എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഹെഡ് ഇനി വരുന്നത്. സോ ഇവിടെയാണ് ഹെഡ് വരുന്നത് അല്ലെ. എന്നിട്ട് എന്ത് പറയുന്നു? റിപ്പീറ്റ് ദ എബോ സ്റ്റെപ്പ് അണ്ടിൽ നോ മോർ സീറോസ്. അപ്പൊ ഈ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യാൻ, ഈ മോളിൽ തന്നിരിക്കുന്നതിനെല്ലാം റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഹെഡ് ഇവിടെ വന്നു. ഹെഡ് ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്ത്? ഹെഡ് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 0യെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക, പകരം എക്സിനെ റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് അടുത്ത 1 കാണുന്നിടം വരെ ഈ ഹെഡിനെ ഇവിടുന്ന് മൂവ് ചെയ്യിക്കുക. സോ ഈ ഹെഡിനെ ഇവിടുന്ന് ഞാൻ മൂവ് ചെയ്യിച്ച് നെക്സ്റ്റ് 1 കാണുന്നിടം വരെ വന്നു. സോ നെക്സ്റ്റ് ഹെഡ് എവിടെയാണ് വന്നത്? ഇവിടെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? 1നെ ഞാൻ റീഡ് ചെയ്തെടുക്കണം. ദെൻ എന്ത് ചെയ്യണം? y-യെ ഞാൻ അവിടെ റൈറ്റ് ചെയ്യണം. സോ y-യെ ഞാൻ അവിടെ റൈറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് വീണ്ടും ഈ ഹെഡിനെ പോവുക. അപ്പൊ ഈ ഹെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് വരും, അടുത്ത 0 കാണുന്നിടം വരെ, ലെഫ്റ്റ് മോസ്റ്റ് 0 കാണുന്നിടം വരെ. ഓക്കെ, ഇവിടെ വന്നു, ദെൻ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴാണ് ലെഫ്റ്റ് മോസ്റ്റ് 0 അല്ലെ. കാരണം ഇപ്പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാവും ഇത് എക്സ് ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് 0 കാണുന്നിടം വരെ. സോ ഹെഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇവിടാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഞാൻ ഈ 0യെ റീഡ് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? എക്സിനെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഹെഡിനെ മൂവ് ചെയ്യിച്ചു അടുത്ത 1 കാണുന്നിടം വരെ. സോ ഇവിടെ വന്നു, ദെൻ ഇവിടെ എത്തിയപ്പോ ആണ് ഇനി ഇവിടാണ് എന്ത്? നെക്സ്റ്റ് 1 വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 1നെ റീഡ് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? y-നെ
റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഞാൻ വീണ്ടും ഇവിടുന്ന് ഹെഡിനെ ഇവിടുന്ന് മൂവ് ചെയ്യിക്കുന്നു, ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് അടുത്ത 0 കിട്ടുന്നിടം വരെ. ദെൻ ഇവിടെ വന്നു, ദെൻ ഇവിടെയാണ് ഇപ്പോൾ ഹെഡും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, 0യെ ഞാൻ റീഡ് ചെയ്തു, അവിടെ ഞാൻ എന്ത് ചെയ്തു, എക്സിനെ റൈറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്ത് നെക്സ്റ്റ് 1 കിട്ടുന്നിടം വരെ. സോ ഇവിടെ 1 വന്നു, 1 കിട്ടി. ദെൻ ഇവിടെ ഈ 1നെ ഞാൻ റീഡ് ചെയ്തെടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, വൈയെ ഞാൻ അവിടെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ദെൻ ഇനിയിപ്പോ ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന മേക്ക് ഷുവർ നോ മോർ വൺസ് റിമൈൻ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി 1 ഒന്നും റിമൈനിങ് ഇല്ല എന്നുള്ളത് ഷുവർ ആക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനിയും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക, ബ്ലാങ്ക് സിമ്പിൾ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ എല്ലാം എക്സും 0യും 1ഉം ഒന്നും ഇല്ല. ഇനിയിപ്പോ ഇവിടെ ഈ ടേപ്പിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഇനി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് സിമ്പിൾ ആണ് കിട്ടുന്നത് അല്ലെ. റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ ബ്ലാങ്ക് സിമ്പിൾ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ ഇവിടെ ആക്ച്വലി എന്താ ഒരു ലോജിക് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം ഒരു 0യെ റീഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു 1നെ റീഡ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഒരു 0യെ റീഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1നെ റീഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ അടുത്ത 0യെ റീഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത 1നെ റീഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ഒരു 0യെ റീഡ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1നെ റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, റിജക്റ്റ് സ്റ്റേറ്റിലേക്ക് പോകണം അല്ലെ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര 0 വന്നിട്ടുണ്ടോ അത്രയും വൺസ് വരണമെന്നുള്ളത് അല്ലെ. ഇപ്പം 5 0 ആണ് വന്നിട്ടുള്ളെങ്കിൽ 5 1, അപ്പൊ 5 0യെ റീഡ് ചെയ്താൽ 5 1നെ റീഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ഈ ഒരു സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ ആ ഒരു ലോജിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാവുന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം നോക്കാൻ പോവാണ്. സോ നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഞാൻ വരച്ച ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ, നമ്മൾ നേരത്തെ കാണുന്നതിന്റെ നമ്മൾ ആൽഗോരിതം വെച്ചിട്ട് യൂസ് ചെയ്ത് ഞാൻ വരച്ച ട്യൂറിംഗ് മെഷീന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ആണിത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ ഒരു സ്ട്രിങ് നമുക്ക് ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ എ ആണ്. ഇവിടെ എന്താണ് പറയുന്നത്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാനാ പറയുന്നത്, 0യെ റീഡ് ചെയ്യുക. 0യെ റീഡ് ചെയ്തിട്ട് എന്താ ചെയ്യണം, എക്സിനെ ആ സെല്ലിലേക്ക് റൈറ്റ് ചെയ്യുക, എന്നിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ ടേപ്പിന്റെ ഹെഡ്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, 0യെ റീഡ് ചെയ്യുന്നു, എന്നിട്ട് എക്സിനെ റൈറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് 0യെ റീഡ് ചെയ്യാണ്, 0യെ റീഡ് ചെയ്തു, പകരം ഞാൻ എന്ത് ചെയ്തു, എക്സിനെ ഇവിടെ റൈറ്റ് ചെയ്യിപ്പിച്ചു. സോ ഇവിടെ നമുക്ക് എക്സിനെ റൈറ്റ് ചെയ്യിപ്പിക്കാം. സോ ഇതാണ് എക്സിനെ ഞാനിവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിനെ റൈറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റിലേക്ക് വന്നു. അടുത്ത സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 0യെ റീഡ് ചെയ്യുക, 0യെ തന്നെ റൈറ്റ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്നാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും ചെയ്യണ്ട, ഇതിലേക്ക് ചേഞ്ച് ചെയ്യണ്ട. അതായത് നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞു ആദ്യം ഒരു 0യെ റീഡ് ചെയ്താൽ നെക്സ്റ്റ് നമുക്കൊരു 1നെയാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 0 എല്ലാം പാസ് ചെയ്ത് പോയി, പിന്നെ 1നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു ലൂപ്പ് പോലാണ്. അപ്പൊ എന്ത് ചെയ്യും, നെക്സ്റ്റ് 0യെ റീഡ് ചെയ്യും, 0യെ റൈറ്റ് ചെയ്യും, 0യെ തന്നെ റീഡ് ചെയ്തു, 0യെ തന്നെ റൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് റൈറ്റിലേക്ക് പോയി. അപ്പൊ ഹെഡ് ഇവിടുന്ന് നെക്സ്റ്റ് റൈറ്റിലേക്കാണ് പോകുന്നത്. ഹെഡ് ഇവിടുന്ന് നെക്സ്റ്റ് റൈറ്റിലേക്ക് പോയി. ദെൻ ഇവിടെയും 0യെ റീഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, 0യെ തന്നെയാണ് റൈറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഹെഡ് ഇപ്പുറത്തേക്ക് പോയി, ഇവിടെയും 0യെ റീഡ് ചെയ്യുന്നു, ഇവിടെ തന്നെ 0യെ തന്നെ ഇവിടെയും റൈറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ എക്സ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസേ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താ, ഇവിടെ 1 ആണ് അല്ലെ. അപ്പൊ ആണ് എന്ത് ചെയ്യേണ്ടത്, 1നെ റീഡ് ചെയ്താൽ എന്ത് സംഭവിക്കണം, അവിടെ y വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം, എന്നിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനാ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഹെഡ് ഇവിടെ ആണ് നിൽക്കുന്നത്. സോ എന്ത് ചെയ്തു, 1നെ നമ്മൾ റീഡ് ചെയ്തു. 1നെ റീഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ y വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. ദെൻ എന്താ പറയുന്നത്, ഈ ഹെഡിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഹെഡ് പോയി, ഈ ഹെഡിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് തൊട്ട് ലെഫ്റ്റിലേക്ക് വന്നു അല്ലെ. കാരണം ഒറ്റ സെല്ല് മാത്രമേ, റൈറ്റിലേക്കാണെങ്കിലും ലെഫ്റ്റിലേക്കാണെങ്കിലും ഹെഡ് ഒറ്റ സെല്ല് മാത്രമേ അറ്റ് എ ടൈമിൽ മൂവ് ചെയ്യുള്ളൂ. സോ ഹെഡ് ഇപ്പൊ ഇവിടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. ഇനി ഇവിടെ എന്താ പറയുന്നത്, അപ്പം സി എന്ന സ്റ്റേറ്റിലാണ് വന്നത്. അപ്പൊ സി എന്ന സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്താ പറയുന്നത്, 0യെ റീഡ് ചെയ്തു,
സീറോയെ റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് തന്നെ പോകാനാണ് പറയുന്നത്. അതായത് ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സീറോയെ റീഡ് ചെയ്തു, എന്നിട്ട് സീറോയെ തന്നെ റൈറ്റ് ചെയ്തു, ലെഫ്റ്റിലേക്ക് പോയി. അപ്പൊ ഹെഡ് മാത്രമേ ഇവിടെ ലെഫ്റ്റിലേക്ക് വീണ്ടും പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് അടുത്ത ലെഫ്റ്റ് മോസ്റ്റ് സീറോയിലേക്ക് ഓടിക്കുകയാണ്. ആ ഹെഡിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്, ലെഫ്റ്റ് മോസ്റ്റ് സീറോയിലേക്ക് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സീറോയെ റീഡ് ചെയ്തു, സീറോയെ തന്നെ റൈറ്റ് ചെയ്തു. പക്ഷെ എക്സിനെ അല്ല റൈറ്റ് ചെയ്യുന്നത്, സീറോയെ തന്നെയാണ് റൈറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. ദെൻ ഹെഡ് ആണ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്. ഹെഡ് അടുത്ത സീറോയിലേക്ക് പോയി ഇവിടെ വന്നു അല്ലെ, ഇവിടെ വന്നു, ഹെഡ് ഇവിടെ വന്നു. ദെൻ സീറോയെ റീഡ് ചെയ്തു, വീണ്ടും ഹെഡ് എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് വന്നു അല്ലെ. അപ്പം ഈ നെക്സ്റ്റ് ഇത് ഇവിടുന്ന് പോയി ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ വന്നു, ഹെഡ് ആദ്യം വന്നു. അപ്പൊ അവിടെ റീഡ് ചെയ്യുന്നത് എന്തിനെയാണ്, എക്സിനെയാണ് റീഡ് ചെയ്യുന്നത്. സോ ഹെഡ് ഇപ്പൊ ഇവിടുന്ന് പോയി, നെക്സ്റ്റ് ഹെഡ് ഇപ്പൊ ഇവിടെ ആണ് വന്നത്, ഏറ്റവും ഇവിടെ വന്നു. അപ്പം ഇവിടെ സീറോ അല്ല, നമ്മൾ ഇവിടെ ഓൾറെഡി എക്സ് വെച്ച് ചേഞ്ച് ചെയ്തിരുന്നു അല്ലെ. സോ ഇപ്പൊ എക്സിനെയാണ് റീഡ് ചെയ്യുന്നത്. അപ്പം സി എന്ന സ്റ്റേറ്റിൽ നിന്ന് എക്സിനെ റീഡ് ചെയ്താൽ എന്താ ചെയ്യേണ്ടേ, നേരെ എക്സിനെ റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്ത് അതിനെ തന്നെ റൈറ്റ് ചെയ്യുക, ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, എക്സ് തന്നെയാണ്. ദെൻ എന്താ ചെയ്യുന്നത്, റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ, ഹെഡിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കാനാണ് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഹെഡ് എങ്ങോട്ട് പോയി, നെക്സ്റ്റ് തൊട്ട് റൈറ്റിലേക്ക് പോയി. സോ ഹെഡ് നെക്സ്റ്റ് റൈറ്റിലേക്ക് തന്നെ പോയി, എന്നിട്ട് എന്ത് ചെയ്തു, എ എന്ന സ്റ്റേറ്റ് വന്നു അല്ലെ. അപ്പൊ എ എന്ന സ്റ്റേറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ പറയുന്നുണ്ട് സീറോയെ റീഡ് ചെയ്തിട്ട് എക്സിനെ റൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹെഡിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, സീറോയെ റീഡ് ചെയ്തു, വീണ്ടും ഇവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ചെയ്യിപ്പിച്ചു. ഇനി ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പൊസിഷനിലേക്ക്, നെക്സ്റ്റ് റൈറ്റിലേക്ക് ഹെഡിനെ നമ്മൾ മൂവ് ചെയ്യിക്കണം. സോ ഹെഡ് ഇവിടെ വരും. ഓക്കെ, അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ അതേ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ തന്നെ സെയിം യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം എന്ത് ചെയ്തു, ഹെഡ് ഇവിടെ വന്നു, ദെൻ നെക്സ്റ്റ് ഹെഡ് അടുത്തയിലേക്ക് പോയി, ഇവിടെ ഒന്നും ചെയ്യാതെ നെക്സ്റ്റ് ഇവിടെ പോയി. അപ്പം ഈ ആദ്യം ചെയ്തത് എന്താണോ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ആക്ച്വലി ഇതെല്ലാം പോയിട്ട് ഇത് എക്സ് ഇതെല്ലാം ആ ഒരു ഫുള്ള്, അതായത് കംപ്ലീറ്റ് ആയി കഴിയുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ എല്ലാം എക്സ് വരും. ഈ 1 എല്ലാം പോയിട്ട് ഇവിടെ എന്ത് വരും, ഇവിടെ എല്ലാം വൈ വരും അല്ലെ, ഇവിടെ വൈ വരും. ദെൻ ഇവിടെ 1 പോയതിന് ശേഷം ഇവിടെ എന്താണ് വരുന്നത്, വൈ വന്നു. ദെൻ ഇവിടെയും 1 പോയതിന് ശേഷം ഇവിടെയും വൈ വന്നു അല്ലെ. അങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും നിൽക്കുക. ചെയ്തു നോക്കി നമുക്ക് മനസ്സിലാവും, ഹെഡ് ഇവിടെ വരും, ഹെഡ് ഈ പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെ, ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് എയിൽ നിന്ന്, അപ്പൊ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ നിൽക്കുക, ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുക. അപ്പൊ പറയുന്നുണ്ട് എന്താണ്, എ എന്ന സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ വൈയെ റീഡ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ വൈയെ തന്നെ റൈറ്റ് ചെയ്ത് റൈറ്റിലോട്ട് പോകാനാണ് പറയുന്നത്. സോ വൈയെ റീഡ് ചെയ്തു, വൈയെ റൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഒന്നും വരണ്ട, റൈറ്റിലേക്ക് പോകാനാണ് പറയുന്നത്. സോ ഹെഡിനെ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്യിച്ചു. ദെൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താ, ഇത് ലൂപ്പാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെഡിനെ ഇങ്ങോട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. വൈയെ റീഡ് ചെയ്ത് റൈറ്റിലേക്ക് പോകാനാണ് പറയുന്നത്. സോ ജസ്റ്റ് വൈയെ റീഡ് ചെയ്തു, വൈയെ തന്നെ റൈറ്റ് ചെയ്തു, റൈറ്റിലേക്ക് പോയി. ദെൻ വൈയെ റീഡ് ചെയ്തു, വൈയെ തന്നെ റൈറ്റ് ചെയ്തു, റൈറ്റിലേക്ക് പോയി. ദെൻ ഇവിടെയും ഹെഡ് ഇങ്ങോട്ട് വന്നു. ദെൻ വൈയെ റീഡ് ചെയ്തു, ദെൻ വൈയെ റൈറ്റ് ചെയ്തു, ദെൻ ഹെഡ് റൈറ്റിലേക്ക് പോയി. ലാസ്റ്റ് ഹെഡ് എവിടെ വരും, ലാസ്റ്റ് ഈ ബ്ലാങ്ക് സിമ്പിളിലായിരിക്കും ഹെഡ് വരുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, സോ ഇവിടെ നിന്ന് ലാസ്റ്റ് നോക്കുക, ഡി എന്ന സ്റ്റേറ്റിൽ നിന്ന് ബ്ലാങ്ക് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ബ്ലാങ്കിനെ തന്നെ റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്കായിരിക്കും പിന്നെ വരുന്നത്. അപ്പൊ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹെഡ് എന്ത് ചെയ്തു, ഹെഡ് എന്ന് പറയുന്നത് തൊട്ട് ലെഫ്റ്റിലേക്ക് ഹെഡ് പോയി. സോ ഫൈനലി ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കും, ഇവിടെ ആയിരിക്കും ഹെഡ് നിൽക്കുന്നത്, ഈ പൊസിഷനിലാണ് ഫൈനലി ഹെഡ് നിൽക്കുന്നത് അല്ലെ. അപ്പം ഹെഡ് എന്ന് പറയുന്നത് ഫൈനലി നമ്മുടെ ഈ പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. ദെൻ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, അപ്പൊ ഇതിനെ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു കാര്യം തന്നിട്ടുണ്ട്, എയിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ബ്ലാങ്കിനെ റീഡ് ചെയ്ത് ബ്ലാങ്കിനെ റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നൾ സ്ട്രിങ്, അതായത് നമ്മൾ സ്ട്രിങ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും എന്ത് ചെയ്യുക, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഒരു സ്ട്രിങ്ങും കൊടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിലും അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് തന്നെ പൊയ്ക്കോളാനാണ് പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സ്ട്രിങ് ആണ് എടുത്തത്, അപ്പോൾ നമ്മുടെ ടേപ്പിൽ സ്ട്രിങ്ങുകൾ ഒന്നും ഇല്ല എങ്കിലും ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോളൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതിനാണ് ഈ ഒരു ഇത്. ഓക്കെ, ഇനി ഇവിടെ ചില ട്രാൻസിഷൻസ് ഒന്നും നമ്മൾ കാണിക്കാത്തതിന്റെ മീനിങ് എന്താണ്, അങ്ങനെ ട്രാൻസിഷൻ കാണിച്ചിട്ടില്ല എന്ന് കരുതി ഇത് തെറ്റാന്ന് വിചാരിക്കരുത്. ട്രാൻസിഷൻ ഡയഗ്രാം, അതായത് ഒരു ട്രാൻസിഷന് എഡ്ജ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അത് റിജക്ട് സ്റ്റേറ്റിലോട്ടാണ് ഓട്ടോമാറ്റിക്കലി പോകുന്നത് എന്നുള്ളതിന്റെ മീനിങ് ആണ് അല്ലെ. നമ്മളത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് വരച്ചു നോക്കാതെ നമുക്ക് ആക്ച്വലി കാര്യം പിടികിട്ടത്തില്ല. അപ്പൊ ഇതൊന്ന് വരച്ചു നോക്കിയാലെങ്കിൽ നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം ആക്ച്വലി ഇത് വരയ്ക്കാൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലാസ്റ്റ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് വരും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പഴയ ടെക്നിക്ക് തന്നെയാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നു, സീറോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഉടനെ ഒരു വണ്ണിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഒരു സീറോ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വണ്ണ് അല്ലെ. അപ്പം സീറോയ്ക്ക് ശേഷം എന്ത് വേണം, ഒരു വണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം സീറോയ്ക്ക് ശേഷം ഒരു വണ്ണിനെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക, ഇതിനെ റിജക്ട് സ്റ്റേറ്റിലേക്ക് പോകാനാണ് പറയുക. റിജക്ട് ഓട്ടോമാറ്റിക്കലി അത് റിജക്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സീറോ അതിനുശേഷം ഒരു വണ്ണ്, അടുത്ത സീറോ അതിനുശേഷം ഒരു വണ്ണ്, ദെൻ അടുത്ത സീറോ അതിനുശേഷം ഒരു വണ്ണ്. അപ്പൊ എത്ര സീറോ ഉണ്ടോ അത്രയും വണ്ണും ഉണ്ടെന്നുള്ള ഒരു കൗണ്ടാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു സീറോയ്ക്ക് ഒരു വണ്ണിനെ സെർച്ച് ചെയ്യും, അടുത്ത സീറോയ്ക്ക് വേറൊരു വണ്ണിനെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ആക്ച്വലി വർക്കിംഗ് നടക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.